വഴി കൂടെ പോകുമ്പോൾ കണ്ട ഒരു കാര്യമാണ് ഈ R15 ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പാരന്റ്സിനോട് ഇങ്ങനത്തെ പൈസ ചോദിക്കാൻ മടിയുള്ള ആൾക്കാർ ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 3 to 4 വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചലഞ്ചസ് ആണ്. അതായത് ഡെലിവറി ജോബ്സിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സ്കിൽ ഡെവലപ്മെന്റിനും ഈ ഡെലിവറി ജോബ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പെട്രോളും കത്തിച്ച് അത്രയും പോയത് വേസ്റ്റ് ആയി പോവാണ്. അതായത് ഇവർക്കെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടോ വലിയൊരു ചാക്ക് ചീത്ത കേൾക്കേണ്ടത് ആരാ? ഈ ഡെലിവറി ബോയ്സ്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഹയസ്റ്റ് പേയിങ് ഡെലിവറി. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി. അപ്പൊ ഇതിന് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡെലിവറി ജോബ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാലേ 2024 എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏകദേശം 25% വർധനവാണ് നമ്മുടെ ഡെലിവറി ജോബ്സിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതായത് മെയിൻ ആയിട്ടും ഈ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവരാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഡെലിവറി ജോബ്സിന് വേണ്ടി എൻ്റർ ആവുന്നത്. അതായത് +2 കഴിഞ്ഞാൽ അങ്ങനത്തെ പിള്ളേരാണ് മെയിൻ ആയിട്ട് ഈ ഡെലിവറി ജോബ്സിന് എൻ്റർ ആവുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് യൂത്ത് ഇത്രത്തോളം ഈ ഡെലിവറി ജോബ്സ് പ്രിഫർ ചെയ്യാൻ കാരണം, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഡെലിവറി ജോബ്സിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ്, പിന്നെ അതിൽ കിട്ടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, പിന്നെ നമുക്ക് ഹൗ ടു ഗെറ്റ് ഇൻ ടു ഡെലിവറി ജോബ്സ്, അതായത് എങ്ങനെ നമുക്ക് ഒരു ഡെലിവറി ജോബിലേക്ക് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യാം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പറയുന്നത് ദ മോസ്റ്റ് ഹയസ്റ്റ് പേയിങ് ഡെലിവറി ജോബ്സ്. അതായത് ഞാൻ പറയുന്നത് പാർട്ട് ടൈമിന്റെ കേസിൽ, അതായത് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് അല്ല, പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡെലിവറി ജോബ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ വൈ യൂത്ത് പ്രിഫർ ഡെലിവറി ജോബ്സ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് റീസൺ ഉണ്ട് അല്ലെ. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം +2 കഴിഞ്ഞിട്ട് നമ്മളൊരു കോളേജിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഗവൺമെന്റ് കോളേജിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം +2 ഇപ്പോൾ ഒരു 75% സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ കോളേജിൽ എത്തുമ്പോഴേക്കും അത് ഏകദേശം 25% മാറും. അതായത് 50% കുട്ടികൾക്ക് വേറെ സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഒന്നെങ്കിൽ പ്രൈവറ്റ് പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ പണിക്ക് എന്തെങ്കിലും പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മുടെ +2 കഴിഞ്ഞിട്ട് വലിയ മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് കോളേജിലോ കാര്യങ്ങളോ ഒന്നും അഡ്മിഷൻ കിട്ടില്ല. അപ്പം എന്ത് ചെയ്യേണ്ടി വരും, വാരിയസ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ എഴുതി പോകേണ്ടി വരും. പക്ഷെ അതിന് ഒരുപാട് ചെലവോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള ഡെലിവറി ജോബ്സിലേക്ക് യൂത്തുകളെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം. ഒരു മെയിൻ റീസൺ അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ സ്റ്റഡീസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും, അതായത് നമുക്കറിയാലേ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു പാരന്റ്സിനെ ഡിപ്പെൻഡ്, അതായത് മിഡിൽ ക്ലാസ് ഫാമിലിന്റെ ഒരു പ്രോബ്ലം ആണ്. എപ്പോഴും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അതായത് ആദ്യത്തെ കുറച്ച് പ്രാവശ്യമൊക്കെ നമ്മൾ പൈസ ചോദിക്കും, പിന്നെ നമുക്ക് എന്താ ചെയ്യും, നമുക്കൊരു ഉള്ളിൽ നിന്നൊരു തോന്നൽ വരാൻ തുടങ്ങും. അതായത് ഇനി ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ, അതായത് നമ്മൾ പാരന്റ്സിനോട് തന്നെ പൈസ ചോദിക്കുന്ന, അതായത് ഇത്രയും വയസ്സായില്ലേ, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാകും, അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള പ്രായം. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള യൂത്തുകൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ജോബ്സിലേക്ക് അട്രാക്ട് ചെയ്യും. പിന്നീട് പറയേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവന്മാരുണ്ട്, അതായത് കുടുംബത്തിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യണം, ഈ ഇത്തരത്തിലുള്ള റൈഡർ ലൈഫ് ഇഷ്ടമുള്ള കുറച്ച് ടീംസ് ഉണ്ട്. അവരെന്ത് ചെയ്യും, അവരും ഇതിലേക്ക് വരാൻ ചാൻസ്. ഞാൻ വഴി കൂടെ പോകുമ്പോൾ കണ്ട ഒരു കാര്യമാണ് ഈ R15 ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറെ പേരുണ്ട്. അതായത് കുറച്ച് ഇങ്ങനത്തെ റൈഡിൽ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പിന്നെ പാരന്റ്സിനോട് ഇങ്ങനത്തെ പൈസ ചോദിക്കാൻ മടിയുള്ള ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് പേരുണ്ടല്ലോ. അപ്പം അവരും ഇത് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പഠനത്തിന് വേണ്ടിയിട്ട്, അതായത് ഫ്യൂച്ചറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോളേജിൽ എൻ്റർ ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യും, കോളേജിന്റെ കൂടെ തന്നെ ഇത്തരത്തിൽ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ജോബ്സിന് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കും എന്ത് ചെയ്യും, ഒരു വരുമാനം ആവില്ലേ ഫ്യൂച്ചറിലേക്കുള്ള പഠനത്തിനൊക്കെ. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ റീസൺ എന്ത് ചെയ്തു യൂത്ത് ഇത്തരത്തിൽ ഡെലിവറി ജോബ്സിലേക്ക് അട്രാക്ട് ആണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഡെലിവറി ജോബ്സിൽ കിട്ടാവുന്ന ഗുണങ്ങൾ. അതായത് ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈസി എൻട്രി ആണ്. അതായത് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ 10th പാസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു ഡെലിവറി ജോബ്സിലേക്കുള്ള എലിജിബിലിറ്റി ആയി കഴിഞ്ഞു. പിന്നെ നമുക്കൊരു 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഡെലിവറി ജോബ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ബാരിയർ ആയിട്ടുള്ളൂ. അത് കിടന്നു കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പൊ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലെ. അതായത് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ടൈമിൽ നമുക്ക് ജോബ് ചെയ്യണമെന്ന്. അതായത് ഓരോ സ്ലോട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് രാവിലെ തൊട്ട് ഉച്ചയാണോ, അല്ലെങ്കിൽ ഫുൾ ടൈം വേണമെങ്കിൽ ഫുൾ ടൈം, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വേണമെങ്കിൽ ലേറ്റ് നൈറ്റ്, അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് പ്രിഫറൻസിന് അത് വാല്യൂ കൊടുക്കുന്നത്. അതായത് എത്രത്തോളം ഓർഡേഴ്സ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അത് അതിൽ വരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എത്ര
ഓർഡേഴ്സ്, അതായത് നമുക്കിപ്പം ഒരു 40 ഓർഡർ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ് അത്. ഓക്കെ, പിന്നെ നമുക്ക് അതിന് കിട്ടാവുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുകയാണ്. അതായത് പെട്ടെന്ന് ഒരു ഇൻകം കിട്ടുകയാണ്. നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോ ഒരു ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 3 to 4 വർഷമൊക്കെ കഴിഞ്ഞാലാണ് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇത് പെട്ടെന്ന് വേറെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്കൊരു ഇൻകം കിട്ടുകയാണ് ഡെലിവറി ജോബ്സ്. അതായത് വെറും +2 കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്ലസ് ടു ഒരു ബേസിക് പഠനം എന്തായാലും വേണം. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ഇൻകം ആണ് എന്ത്, ഡെലിവറി ജോബ്സ് തരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ അട്രാക്റ്റഡ് ആവുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ഇത്രയും അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അട്രാക്റ്റഡ് ആവും ഇത്തരത്തിലുള്ള ജോബിലേക്ക്. പിന്നെ നമുക്ക് അതിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവര് അലവൻസ് തരും. അതായത് നമുക്കിപ്പം പെട്രോൾ അലവൻസ് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഓരോ ഇൻസെന്റീവ്സ് തരും. ഇൻസെന്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഡർ, അതായത് അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഒരു 80 ഓർഡർ 100 ഓർഡർ. അപ്പൊ ഈ ഓർഡർ നമ്മൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും. അതായത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 300 രൂപ 400 രൂപയ്ക്ക് അവർ അയച്ചു തരും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള ഒരു കാര്യം. ഒന്നും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് പഠിക്കാൻ പറ്റും. പിന്നെ കസ്റ്റമർ ഇന്ററാക്ഷൻ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കിട്ടും. അപ്പൊ ഈ ഒരു 3 സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെർദർ ആയിട്ടുള്ള കരിയേഴ്സിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ടൈം മാനേജ്മെന്റും ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെലിവറി ജോബ്സിൽ നിന്ന് കിട്ടാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റിനും ഈ ഡെലിവറി ജോബ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് ആണ്. അതായത് ഡെലിവറി ജോബ്സിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചലഞ്ചസ്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം ചില്ലറ കാര്യം, നമ്മൾ എളുപ്പമെന്ന് വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല. കുറച്ച് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡെലിവറി ജോബ്സിൽ. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കസ്റ്റമറിന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഡെലിവറി എടുക്കാം. അതായത് നമുക്ക് കുറെ ഓർഡേഴ്സ് കിട്ടും അല്ലേ. അതായത് ഒരു 40 ഓർഡർ 50 ഓർഡർ ഒക്കെ നമ്മൾ ചില സമയത്ത് ഒരു ദിവസം എടുക്കുന്നവരുണ്ടാവും. അപ്പൊ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 50 ഓർഡർ എടുത്തു, നമ്മൾ പോവുകയാണ് അല്ലെ, ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മളിപ്പോൾ നമ്മൾ കോൾ ചെയ്യാണ്. അതായത് ഇവരെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 പേരൊക്കെയാ ചിലപ്പോൾ ഫോൺ എടുക്കുന്നുണ്ടാവുള്ളൂ. അതിൽ നമ്മൾ 30 പേര് ഫോൺ എടുത്തിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആകെ ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 15 പേരേ ഉണ്ടാവുള്ളൂ. അതായത് അവർ പറയുന്ന ന്യായങ്ങൾ ഇതായിരിക്കും. ചിലപ്പം അതായത് ആ വീട്ടിലെ കുട്ടി ഓർഡർ ചെയ്തതാണ്, അപ്പം അത് വേണ്ട, പിന്നെ ഇപ്പൊ പൈസ ഇല്ല, അതുകൊണ്ട് വേണ്ട. അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് മെയിൻ ആയിട്ട് ഭൂരിഭാഗം പേരും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, അതായത് ഇവര് പെട്രോളും കത്തിച്ച് അത്രയും പോയത് വേസ്റ്റ് ആയി പോവാണ്. അതായത് ഇവർക്കെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടോ, വലിയൊരു ചാക്ക് പോലുള്ള ബാഗ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഡെലിവറി ചെയ്യാൻ പോവാണ്. അതിലെല്ലാം കുത്തി നിറച്ചിട്ട് അത്രയും ബുദ്ധിമുട്ടിയാണ് അവരെന്ത് ചെയ്യാൻ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഇന്ററാക്ഷൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, അതായത് ഡെലിവറി വൈകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിവറി പാക്കേജിങ് സെന്ററിന് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ചീത്ത കേൾക്കേണ്ടത് ആരാ? ഈ ഡെലിവറി ബോയ്സ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നതാണ് വലിയ 2 ചലഞ്ചസ് ആണ് നമ്മുടെ ഈ വെയിലും മഴയും. അതായത് നട്ടാപ്പൊരു വെയിലത്ത് വരെ നമ്മൾ ഓർഡർ എടുത്തിട്ട് പായേണ്ടി വരും. പിന്നെ നമ്മുടെ മഴ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഫോണും കാര്യങ്ങളും മാപ്പും ലൊക്കേഷനും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യൽ ഓരോ സ്ഥലത്തും ഡെലിവറി ചെയ്യല്. അപ്പൊ ഇത്തരത്തിലുള്ള മഴയും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് അത്രയും ഊടുവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആ ഒരു സ്ഥലത്ത് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ മഴയത്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചറിയാം, വഴി പോലും മറന്നു പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ട്രാഫിക് ഉണ്ടാവും. ട്രാഫിക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ സിറ്റികളിലൊക്കെ ആണെങ്കിൽ വളരെയധികം ട്രാഫിക് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് അത്ര ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം നഷ്ടമാണ്, നമ്മളെ പെട്രോൾ അത്രയും നഷ്ടമാണ്. പിന്നെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് നമ്മുടെ പെട്രോളും നമ്മുടെ വെഹിക്കിൾ മെയിൻ്റെനൻസും അത് വളരെയധികം ഒരു വലിയ കോസ്റ്റാണ് വരുന്നത്. നമ്മളിപ്പോൾ കിലോമീറ്ററുകൾ ഓടുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് ചില ഡെലിവറി ഏജൻസി ആമസോണും സൊമാറ്റോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഫ്യൂവൽ അലവൻസും കാര്യങ്ങളൊക്കെ തരും. പക്ഷേ നമ്മുടെ വണ്ടീന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു മേജർ ഫാക്ടറാണ്. ഇത്രയും നേരെ ഓടിക്കഴിഞ്ഞാൽ തന്നെ വണ്ടിക്ക് ചിലപ്പോൾ നല്ലൊരു പണി ഉണ്ടാവാൻ കാര്യമുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പ് കയറ്റിയാൽ തന്നെ നമ്മൾ സമ്പാദിച്ച് വെച്ച കുറെ പൈസ അതിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താ, ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മേജർ ആയിട്ട് വരുന്ന നമ്മുടെ ഡെലിവറി ജോബ്സിൽ വരുന്ന ചലഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അനുഭവിക്കാൻ കെൽപ്പുള്ളവർ മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ പറയേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴും റോഡിലാണ്, നമ്മൾ തിരക്കിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ഡെലിവറി ഏജൻസ് ഒന്നും എന്താ ചെയ്യാ
നമുക്ക് ഇതുപോലും തരില്ല, അതായത് ഇൻഷുർ പോലും തരാത്ത കുറെ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് ആക്സിഡന്റ് പറ്റി കയ്യോ കാലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല. അപ്പം ജീവനും കൂടിയും ഇത് വെച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടും വരുന്ന ചലഞ്ചസ്. ഇനി നമുക്ക് ഡെലിവറി ജോബ്സിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഡെലിവറി ജോബ്സിനെ പറ്റിയിട്ട്. അതായത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി. അപ്പൊ ഇതിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെലിവറി ജോബ്സിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, അതിന് ഓരോത്തിനും ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റ് ഉണ്ട്. അതായത് ആമസോണിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഡെലിവറി ജോബ്സിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പൊ അതിൽ ഇതായി കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോയിൽ എത്തും. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ID പ്രൂഫ് വേണ്ടി വരും, ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ നമ്മുടെ ഫോട്ടോസ്, പിന്നെ നമുക്ക് എന്താ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് 10ാം ക്ലാസ് +2, മോസ്റ്റ് ഓഫ് ദ ടൈം 10ാം ക്ലാസ് തന്നെ മതിയായിരിക്കും. അത് പാസ്സായ സർട്ടിഫിക്കറ്റ് അതൊക്കെ നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക. അത് അപ്ലോഡ് ചെയ്താൽ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കറക്റ്റ് ആയി. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കറക്റ്റ് ആയിരിക്കണം. അതായത് ഒരു കേസസോ കാര്യങ്ങളോ ഒന്നും അതിന്റെ ബാക്കിൽ പാടില്ല. അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ എസെൻഷ്യലി നമുക്കൊരു ബൈക്ക് വേണം, സെക്കൻഡ് ഹാൻഡ് ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ബൈക്ക് നമ്മൾ ഒപ്പിക്കുക. കാരണം ഇന്ന് ബൈക്ക് ഇല്ലാത്തവരുടെ ആരും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലായാലും ഏതെങ്കിലും ഒരു ബൈക്ക് വേണം. പിന്നെ അഫ്കോഴ്സ് നമുക്ക് സ്മാർട്ട് ഫോൺ വേണം. കാരണം സ്മാർട്ട് ഫോൺ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക സ്മാർട്ട് ഫോണിലായിരിക്കും. അപ്പോൾ അത് വേണം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫോണിലായിരിക്കും. അപ്പം ഫോൺ വേണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ജോബ്സിന് വേണ്ടിയിട്ട് എന്താ അപ്രോച്ച് ചെയ്യാം. അപ്പം ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ പിന്നെ സൈറ്റിൽ ഇതേമാതിരി അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇമെയിൽ വരും, നമ്മൾ അപ്രൂവ് ആയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തെ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ തന്നെ പിറ്റേ ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ എടുത്ത് തുടങ്ങാം. അപ്പോൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ആയിട്ട് പോവാം. നമുക്ക് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻകും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഓർഡർ ചെയ്യുന്ന എത്ര ഓർഡർ ചെയ്യുന്നു അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻകും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൽ എത്ര ഓർഡർ, അതായത് ഒരു ഇതുണ്ടാവും, ഇൻസെന്റീവ് കൊടുക്കുക എന്ന് പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെന്റീവ്സ് കിട്ടും. അതായത് എക്സ്ട്രാ കുറച്ച് മണി കിട്ടും. ഇപ്പോൾ ഒരു 80 ഓർഡർ കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു 200 രൂപ 300 രൂപ എക്സ്ട്രാ പേ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഡെലിവറി ജോബ്സിലേക്ക് വേണ്ടിയുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇനി അടുത്ത കാര്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് ഹയസ്റ്റ് പേയിങ് ഡെലിവറി ജോബ്സ്. അപ്പൊ ഇത് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ഡെലിവറി ജോബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. അതായത് നമുക്കറിയാലേ ഡെലിവറി ജോബ്സ് ഇ-കൊമേഴ്സ് ഈ ഒരു ഇതിൽ മാത്രം നിൽക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിൽ മാത്രം നിൽക്കുന്നില്ല, അതിനപ്പുറം ഉണ്ട്. അതായത് നമുക്കറിയാം UPS, FedEx എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഗ്ലോബലി ഉള്ള ഡെലിവറി ഏജൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഗുഡ്സ് ട്രക്കിലൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന അങ്ങനത്തെ ജോബാണ്. പക്ഷെ ഞാൻ ഇവിടെ മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിന് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി, അപ്പൊ ഇതിന് 4 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഏതാണ് ഹയസ്റ്റ് പേയിങ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വിഗ്ഗിയാണ് അതിൽ ഏറ്റവും ലോവസ്റ്റ് പേയിങ് ആയിട്ടുള്ളത്. ലോവസ്റ്റ് വൺ, അതായത് അറൌണ്ട് 6,000 to അറൌണ്ട് 11,000 വരെ നമുക്ക് സ്വിഗ്ഗിയിൽ നിന്ന് കിട്ടുള്ളൂ. അതായത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുമ്പോൾ കേട്ടോ, അതായത് ഫുൾ ടൈം ആയിട്ടുള്ള എല്ലാം ഞാൻ പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്കൊരു സിറ്റിയും അല്ല, അധികം ഒരു വില്ലേജും അല്ല, അങ്ങനത്തെ ഒരു ആവറേജ് പോപ്പുലേറ്റഡ് ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു പാർട്ട് ടൈം ആയിട്ട് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഒരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് സ്വിഗ്ഗി ആണെങ്കിൽ അറൌണ്ട് 6,000 to 11,000 നമുക്കൊരു മന്ത്ലി ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ ഇൻസെന്റീവ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അതിന് ടാസ്ക് ഉണ്ടാവും, ഇൻസെന്റീവ്സ് കിട്ടാനുള്ള കുറച്ച് ടാസ്ക് ഉണ്ടാവും. ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ഇത്ര ഓർഡർ ക്യാൻസൽ ഇത്ര വരാൻ പാടില്ല, അങ്ങനത്തെ കസ്റ്റമറിന്റെ റേറ്റിംഗ് അതൊക്കെ പ്രധാനമാണ്. അപ്പം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇൻകം കൂടാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെട്രോൾ അലവൻസ് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മഴയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നമുക്ക് തരുന്നവരുണ്ട്. ഇവരെല്ലാവരും തരണമെന്നില്ല, ചിലവർ, അതായത് കമ്പനി പോളിസീസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് വരും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ സ്വിഗ്ഗിന്റെ കാര്യം അതാണ്. സൊമാറ്റോന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സൊമാറ്റോ കുറച്ചും കൂടി മേലെ എന്ന് പറയാം. അതായത് നമുക്ക് ഏകദേശം ഒരു 7,000 to 13,000 എക്സ്പെക്ട് ചെയ്യാം സൊമാറ്റോ എന്ന് കിട്ടുകയാണെങ്കിൽ. അതിലും ഇതേമാതിരി തന്നെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ കൂടാൻ ചാൻസ് ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് തേർഡ് ഹയസ്റ്റ് ആണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് നമുക്ക് ഏകദേശം ഒരു 8,000 to 15,000 വരെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഡെലിവറി ഏജന്റ് ആയി പോയാൽ. പിന്നെ നമ്മുടെ ഇ-കൊമേഴ്സ് ജൈന്റ് ആയിട്ടുള്ള ആമസോണിന് നമുക്ക് എങ്ങനെ പോയാലും ഒരു 9,000 എബോ, 9,000 to 18,000 എബോ വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൽ ഇതേമാതിരി തന്നെ നമുക്ക് ആമസോണിന്റെ വശത്ത് നമ്മൾ നോക്കുമ്പോൾ അതിന് നമുക്ക് കുറേ അധികം അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
അപ്പം അത് വേറൊരു കാര്യമാണ്. അപ്പൊ ആമസോൺ ആണ് നമുക്ക് ഇവിടെ നമ്മളൊരു കോമൺ ആയിട്ട് കാണുന്നത്, നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ഡെലിവറി ഏജൻസിൽ കൂടുതൽ ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ളത്. നമുക്കറിയാലോ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കിട്ടുന്ന ആമസോണിലാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു കമ്പാരിസൺ എന്നുള്ള നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന എമൗണ്ട്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഡെലിവറി ജോബ്സ് നമ്മൾ ഒരു ഇത് എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡെലിവറി ജോബ് അല്ല പറയുന്നത്. ചില കമ്പനീസ് ഒന്നും നമുക്ക് എന്താ പറയാ ഈ സാലറി ഇൻക്രിമെന്റ് അല്ലെങ്കിൽ നമുക്ക് പ്രമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലാത്തൊരു ജോബാണ് ഈ ഡെലിവറി ജോബ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ ടൈം ജോബ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ഇതിനെ കാണുന്നത്, ഡെലിവറി ജോബിനെ കാണുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല. ചിലവർക്ക് ഡീസെന്റ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതൊരു സ്പെസിഫിക് പീരീഡിൽ മാത്രമേ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതായത് കമ്പനി പോളിസീസ് അവരെപ്പോൾ വേണമെങ്കിലും മാറ്റാം, അവർക്ക് ഇൻസെന്റീവ് കൊടുക്കാതിരിക്കാം, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാം, അങ്ങനെ പല കളികളും അതിന്റെ ബാക്കിൽ നടക്കും. അപ്പൊ നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡെലിവറി ജോബ് അത്യാവശ്യം ഗുഡാണ്. നമുക്ക് അത്യാവശ്യം എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് വർക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഡെലിവറി ജോബ്സ് ഒരു നല്ല ചോയ്സ് ആണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡെലിവറി ജോബ്സിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു ജോബിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കി തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ജോബ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഇതിന് നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.